ഋതുവിന് ചിക്കൻ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെന്തിന് ഇഷ്ടപ്പെട്ടാ? ആ വെക്കാം. ചിക്കൻ ഒന്ന് ഉരുളിയിലേക്ക് മാറ്റിയിടാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ ബ്ലഡൊക്കെ ഒന്ന് മാറി കിട്ടും. ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം. നമ്മൾ ചിക്കൻ ആവശ്യമുള്ള ബാക്കിയുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ് ഋതു പറഞ്ഞാണ്? ഉള്ളി, തക്കാളി, അപ്പോൾ നമ്മൾ ഋതു പറഞ്ഞ പോലെ ഒരു 5 സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, 2 വലിയ കഷ്ണം ഇഞ്ചി, 2 തക്കാളി, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാം. അരിയാ ഋതു? ഈ വെളുത്തുള്ളിയും അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് ഇനി ഇതൊന്ന് കറക്കിയെടുക്കാം. നമ്മൾ എന്തേരം ചെയ്യണം? ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. കടു എണ്ണ ചൂടായി. ഇനി നമ്മൾ 2 ഇരണ്ടി കടു ഇട്ടു. കടു പൊട്ടുമ്പോഴത്തേക്ക് നമ്മൾ എന്തേരം ചെയ്യണം ഋതു? കടു പൊട്ടുമ്പോഴത്തേക്ക് നമ്മൾ കറിവേപ്പില ഇടണം. ഇനി എന്ത് ചെയ്യണം? ഉള്ളി ഇടണം. ഒന്ന് നമ്മൾ ഉള്ളി ഇടണം. നമ്മൾ ചിക്കൻ വെച്ച് കറങ്ങി വരുന്ന ഒരു ഋതുവാണ്. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 2 പച്ചമുളകാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ 2 പച്ചമുളകും കൂടി ഒരു ആദ്യം നമ്മൾ എന്തേലും കടു എണ്ണ ഒഴിച്ച് ഒഴിച്ചിട്ട് എന്തൊരു ചെയ്ത് കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ടാ ഉള്ളിയും പച്ചമുളകും ഇട്ടു. നമ്മൾ എണ്ണ ഒഴിച്ച് കടു വറുത്ത് ഇത് പറഞ്ഞ പോലെ ഉള്ളിയും പച്ചമുളകും ഇട്ട് അതൊന്ന് വഴറ്റാൻ വേണ്ടി ഇട്ടേക്കാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2-3 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 2-3 സ്പൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൂണ് വളരെ ചെറുതാണ്. സ്പൂണല്ല, ഐസ്ക്രീം റെഡിയാണ്. ഇനി തക്കാളി ഇടാം. നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇടാം. 2 തക്കാളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഉള്ളിയിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഒന്ന് വാടാനായിട്ട് അടച്ചു വയ്ക്കും. ഉള്ളിയും തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന, അതായത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കും. ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാം. ഇത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്നതാണ്. 1.5 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഉള്ളതാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. നേരത്തെ ചൂടാക്കി വെച്ചതാണ്. ഇതിലേക്ക് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കഴുകി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യും. നമ്മൾ 2 കിലോ ചിക്കനാണ് വാങ്ങിച്ചത്. പക്ഷേ ഇപ്പോൾ 1 കിലോയെ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ 3 പേര് മാത്രമേ ചിക്കൻ കഴിക്കുന്നവരുള്ളൂ. അതുകൊണ്ട് ഇന്ന് 1 കിലോ ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് ചെറുതായി ആവി കയറാനായി നമുക്ക് മൂടി വയ്ക്കാം. നമ്മുടെ ചിക്കനകത്തുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്.
ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ തന്നെ പൊടിച്ച മസാലയാണ്, ചിക്കൻ മസാല ചേർക്കാറില്ല. കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ ഉലുവാപ്പൊടി ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് ചെറിയൊരു മുണ്ടയാണ്, 2 ഗ്ലാസ് വെള്ളം കൊള്ളുന്ന മുണ്ടയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചത്. ഇതൊന്ന് തിളച്ച് വേവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യും. അങ്ങനെ പാത്രം അടച്ചു വയ്ക്കും. കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ആ മണമൊക്കെ അതിനകത്തൊന്ന് പിടിക്കും. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് അഭിപ്രായം ഋതുബേബിയോട് തന്നെ ചോദിക്കാം. ചിക്കൻ കറി എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഋതുബേബിയോട് തന്നെ ചോദിക്കാം. ഋതുബേബി കുളിച്ച് ഫ്രഷായി കളിക്കുകയാണ്. ഋതു തണ്ടണേ കട്ടായോ കുട്ടായേ